8-ാം നൂറ്റാണ്ട്. അമവി ആധിപത്യമുണ്ടായിരുന്ന കാലം. പാമിർ മുതൽ പേനീർ വരെയും അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ഇൻഡസ് നദിക്കര വരെയും ഒരൊറ്റ ഭരണാധികാരി മാത്രം ഭരിച്ചിരുന്ന കാലം. ഇന്നത്തെ ദേശരാഷ്ട്ര സങ്കല്പത്തിൽ പോർച്ചുഗലും സ്പെയിനും മൊറോക്കോയും തുടങ്ങി ഈജിപ്ത്, സൗദി, ഇറാൻ, ഇറാഖ്, ഉസ്ബെക്ക്, അഫ്ഗാനും കഴിഞ്ഞ് ഇങ്ങ് ഇന്ത്യയിലെ ഗുജറാത്ത് വരെ നീണ്ടുകിടക്കുന്ന പ്രവിശാലമായ ഭരണകൂടം. ലോക ചരിത്രത്തിൽ ഏറ്റവും വിസ്തീർണമുള്ള ഭരണകൂടങ്ങളിൽ ഒന്നായിരുന്നു അമവി സാമ്രാജ്യം. ഏതൊരു ഭരണകൂടത്തിനും തിലകക്കുറി എന്ന നിലക്ക് എടുത്തു പറയാൻ ഒരു ഭരണാധികാരി ഉണ്ടാവും. എന്നാൽ അമവികൾക്ക് പറയാനുള്ള ആ നാമം അവരുടെ മാത്രം അഭിമാനമല്ല. മനുഷ്യ ചരിത്രത്തിൽ അതുപോലൊരു ഭരണാധികാരി വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടായിട്ടുള്ളൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് അഥവാ ഖലീഫ ഉമർ രണ്ടാമൻ. അമവി ഭരണകൂടത്തിലെ 7ാമത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സച്ചരിതരായ ഖലീഫമാരിലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രൻ. ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത സാമ്പത്തിക സമത്വം നടപ്പിൽ വരുത്തിയ ഭരണാധികാരി. അറബ് കാൽപ്പനികതയിലും ദേശഭാഷാ അതിരുകളില്ലാതെ ഇങ്ങ് കേരളക്കരയിൽ പോലും ആളുകൾ പ്രകീർത്തിച്ചു പാടുന്ന ഭരണാധികാരി. ഇങ്ങനെ ഒത്തിരി വിശേഷണങ്ങൾ വെറും 2 വർഷവും 5 മാസവും നീണ്ടു നിൽക്കുന്ന ഭരണകാലം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തു. ആ നിയോഗം പോലും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മനുഷ്യവംശത്തിന് റബ്ബ് നൽകിയ ഉന്നതമായ ഒരു അനുഗ്രഹം. സച്ചരിതരായ ഖലീഫമാർക്ക് ശേഷം അമവി ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട് അതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഖലീഫമാർ സ്ഥാപിച്ച മൂല്യങ്ങൾ കുറേശ്ശെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇസ്ലാമിക നാഗരികത അതിന്റെ തുടക്കത്തിലെ ധാർമ്മികമായ മുന്നോക്കാവസ്ഥയിൽ നിന്ന് പതുക്കെ അറേബ്യൻ മരുഭൂമിയിൽ അവർ ഉപേക്ഷിച്ച അജ്ഞതയുടെ ചിഹ്നങ്ങളിലേക്ക് മടങ്ങി തുടങ്ങി. കാലം ഒരു നവോത്ഥാന നായകനെ ആവശ്യപ്പെട്ടു തുടങ്ങിയ സമയം. 6ാമത്തെ അമവി ഭരണാധികാരി സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് മരണാസന്നനായി കിടക്കുകയാണ്. പിൻഗാമി ആരെ വേണമെന്ന ചർച്ചകൾ നടക്കുകയാണ്. സച്ചരിതരായ ഖലീഫമാരിൽ നിന്ന് വ്യത്യസ്തമായി മക്കൾ ഭരണമായിരുന്നു അമവി സംവിധാനം. ആൺമക്കൾ ഉണ്ടായിരുന്ന സുലൈമാൻ പക്ഷേ മക്കളുടെ പ്രാപ്തിക്കുറവിൽ നിരാശനായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഉപദേശകനായിരുന്ന റജാ ഇബ്നു ഹൈവ ഒരു നിർദ്ദേശം വെച്ചത്. പ്രാപ്തനും സഹോദരപുത്രനും മദീനയിലെ ഗവർണറുമായ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ആക്കിയാലെന്താ? സുലൈമാൻ അത് സ്വീകരിച്ചു. അത് ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. വിവരമറിഞ്ഞ ഉമർ പക്ഷേ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജനങ്ങളെ, എന്റെയോ നിങ്ങളുടെയോ അഭിപ്രായം ആരായാതെ ഖിലാഫത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ എന്നെ അകപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ ഞാനിതാ എന്റെ സ്ഥാനം ഒഴിയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ഖലീഫയായി തിരഞ്ഞെടുക്കാം. 8-ാം നൂറ്റാണ്ടിൽ ഒരു ഭരണാധികാരിയുടെ പ്രഖ്യാപനമായിരുന്നു അത്. ആ പ്രഖ്യാപനം കേട്ട ജനത ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മഹാനായ മുൻഗാമി ഖത്താബിന്റെ പുത്രൻ ഉമറിനെ ഓർത്തു കാണണം. ആ ഓർമ്മകൾ അവരുടെ സിരകളിൽ ഒരു തീജ്വാലയായി ജ്വലിച്ചു കാണണം. അവർ ഏകകണ്ഠേന പ്രഖ്യാപിച്ചു, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ഖലീഫ. ഭരണമേറ്റെടുത്ത ഖലീഫ ഉന്നതമായ ഭരണപരിഷ്കരണങ്ങൾ ആരംഭിച്ചു. നാഗരികതയ്ക്ക് മുതൽക്കൂട്ടാകുന്ന അമ്പരചുംബികൾ നിർമ്മിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ജനക്ഷേമപരമായ സാമ്പത്തിക ആസൂത്രണത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി ഭരണവർഗം എന്ന നിലയിൽ അമവികൾ കുടുംബപരമായി കൈയടക്കി വച്ചിരുന്നതൊക്കെ അദ്ദേഹം കണ്ടുകെട്ടി. എന്തിനധികം സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങൾ പോലും അദ്ദേഹം പൊതുഖജനാവിൽ സമർപ്പിച്ചു. ജനങ്ങളുടെ നികുതി പിരിച്ച് തോന്നിയ രീതിയിൽ ചെലവഴിക്കുന്ന പണമിടപാടുകാരിൽ നിന്ന് യൂഫ്രട്ടീസിന്റെ കരയിലെ ആട്ടിൻകുട്ടിയുടെ മരണത്തിൽ പോലും വേവലാതി പൂണ്ടിരുന്ന സച്ചരിതരുടെ മാർഗത്തിലേക്ക് അദ്ദേഹം തന്റെ ഭരണകൂടത്തിനെ മാറ്റിയെടുക്കുകയായിരുന്നു. അമവി കുടുംബത്തിന് രാജകുടുംബം എന്ന നിലയിൽ നൽകിപ്പോന്ന പെൻഷൻ അദ്ദേഹം അവസാനിപ്പിച്ചു. സാധാരണക്കാർക്ക് കൊടുക്കുന്നത് തന്നെ അവർക്കും നൽകപ്പെട്ടു. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ നടപടികൾ ഉന്നതമായിരുന്നെങ്കിലും സ്വന്തം കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായി. കോൺസ്റ്റാന്റിനോപ്പിളും മറ്റും അമവി സൈന്യം നടത്തുന്ന സൈനിക നീക്കം അദ്ദേഹം നിർത്തലാക്കി. ഭരിക്കുന്ന പ്രദേശത്ത് നീതിയും സമാധാനവും പുലർത്തിയിട്ടു മതി പുതിയ പ്രദേശങ്ങൾ കീഴടക്കൽ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പൊതുവിൽ അമവി ഭരണകൂടം വളരെ ക്രൂരമായ ശിക്ഷാരീതികളായിരുന്നു പിൻപറ്റിപ്പോന്നിരുന്നത്. അത്തരത്തിലുള്ള കട്ടിയായ രീതികൾ അദ്ദേഹം നിർത്തലാക്കി. ചമ്മട്ടിയും വാളുമല്ലാതെ മറ്റൊന്നും ജനങ്ങളെ നേരെയാക്കില്ല എന്നൊരു കത്തിൽ സൂചിപ്പിച്ച ഖുറാസാൻ ഗവർണറോട് സത്യത്തിനും നീതിക്കും അത് പറ്റും, കഴിയുന്നത്ര അതിലൂടെ ശ്രമിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. നീതിയുടെ കാര്യത്തിൽ മതത്തിന്റെയോ വംശത്തിന്റെയോ വേർതിരിവ് അദ്ദേഹം കാണിച്ചിരുന്നില്ല. വലിയൊരളവിൽ മുസ്ലിങ്ങളല്ലാത്തവർ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രാജ്യത്ത് എല്ലാവർക്കും തുല്യ നീതിയായിരുന്നു.
തന്റെ മുൻഗാമിയും പിതാവിന്റെ സഹോദരനുമായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ പുത്രൻ അബ്ബാസിനെതിരെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ തന്റെ സ്വത്ത് കയ്യേറി എന്ന നിലയിൽ കേസ് കൊടുത്തപ്പോൾ അദ്ദേഹം ആ സ്വത്ത് തിരിച്ചേൽപ്പിക്കാൻ നിർദ്ദേശിച്ചു. തന്റെ പിതാവാണ് ആ സ്വത്ത് തനിക്ക് നൽകിയതെന്ന് പറഞ്ഞ അബ്ബാസിനോട് അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു: നിന്റെ പിതാവിന്റെ സമ്മതിപത്രത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ വചനം. തന്റെ മുൻഗാമികൾ നടപ്പിൽ വരുത്തിയ ജനോപദ്രവകരമായ നടപടികളൊക്കെ തന്നെയും അദ്ദേഹം നിർത്തലാക്കി. സമുദ്രപാതകളിലും കരമാർഗങ്ങളിലുമുള്ള നികുതികളൊക്കെ അദ്ദേഹം ഒഴിവാക്കി കൊടുത്തു. ചുങ്കം പൂർണ്ണമായും നിർത്തലാക്കി. ചുങ്കം അശുദ്ധമായ ധനമാണ്. ഖുർആനിൽ ഞാൻ കണ്ടിരിക്കുന്നു, ജനങ്ങൾക്ക് അവകാശപ്പെട്ടതിൽ നിന്ന് കുറച്ചു കളയരുത്, ഭൂമിയിൽ അനർത്ഥകാരികളായി അഴിമതി ചെയ്യുകയുമരുത്. തന്റെ ഗവർണർമാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. തന്റെ പ്രജകളിലെ ദരിദ്രർക്കും അവശർക്കും മുലകുടി മാറാത്ത കുട്ടികൾക്കും പെൻഷൻ സംവിധാനം നടപ്പിലാക്കി. ഫലമോ, അതിനുശേഷം കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ജനത സമ്പന്നമായി. സ്വത്തുക്കൾ തുല്യമായി പങ്കുവെക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നികുതി പിരിവുകാരൻ യഹ്യ ബിൻ സെയ്ദ് പറയുന്നു: ആഫ്രിക്കയിലെ നികുതി പിരിച്ച് അവിടുത്തെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടു. പക്ഷേ സക്കാത്ത് വാങ്ങാൻ അവിടെ ഒരാൾ പോലും ബാക്കിയില്ലായിരുന്നു. ഉമറിന്റെ ഭരണം ആ ജനതയെ സമ്പന്നമാക്കിയിരുന്നു. ഈജിപ്ത് മുതൽ മൊറോക്കോ വരെ നീണ്ടുകിടക്കുന്ന ഇന്നത്തെ പട്ടിണിയുടെ പ്രതിരൂപങ്ങളായി അറിയപ്പെടുന്ന പ്രദേശമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കീഴിലുള്ള ആഫ്രിക്ക. ആധുനിക മനുഷ്യൻ സ്വപ്നം കണ്ടു തുടങ്ങാത്ത കാര്യമാണ് 8-ാം നൂറ്റാണ്ടിൽ നടപ്പിൽ വരുത്തിയത് എന്നോർക്കണം. തന്റെ രാഷ്ട്രത്തിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയുമായും അദ്ദേഹം അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. സങ്കല്പത്തിൽ മാത്രം കണ്ടുവന്ന യാഥാർത്ഥ്യത്തോട് ഇന്ത്യയിലെ ജനതക്കും അടങ്ങാത്ത പ്രണയമായിരുന്നു. രാജാ ദാഹിറിന്റെ മകൻ ജയ്സിംഗിനെ പോലുള്ളവർ അദ്ദേഹത്തിൽ സ്വാധീനപ്പെട്ടിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇങ്ങനെ വിവരിച്ചാൽ തീരാത്ത മഹത്വം കൊണ്ട് അനുഗ്രഹീതനായ ഭരണാധികാരിക്ക് സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായി ശത്രുക്കളും കൂടി വന്നു, പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിൽ നിന്നും. അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ നിന്നും അവരുടെ ധനത്തോടും ഭൗതിക വിഭവങ്ങളോടുമുള്ള ആർത്തി അവരെ അകറ്റി. അതിന്റെ പരിണിതഫലം പക്ഷേ ആരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. ധാർമ്മികതയുടെയും നീതിയുടെയും സത്യത്തിന്റെയും കാവലാളായ മനുഷ്യചരിത്രത്തിൽ പിന്നീട് പകരം വെക്കാൻ ആളില്ലാതിരുന്ന ഭരണാധികാരിയെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവർ വിഷം കൊടുത്തു കൊന്നു എന്നതായിരുന്നു. 39 വയസ്സ് പ്രായമായിരുന്നു അദ്ദേഹത്തിനന്ന്. നീതിമാന്റെ രക്തത്തിന് വലിയ വില നൽകേണ്ടി വരും എന്നത് അമവികൾക്ക് റബ്ബ് പിന്നീട് കാട്ടിക്കൊടുത്തു. ലോകത്തെ ഏറ്റവും വലിയ ഭരണകൂടം അബു അബ്ബാസു സഫാഹ് എന്ന രക്തദാഹിയാൽ തകർക്കപ്പെട്ടു. ഡമസ്കസ് കീഴടക്കിയ സഫാഹ് അമവി കുടുംബത്തെ കൂട്ടക്കൊല ചെയ്യുകയും അമവി ഭരണാധികാരികളുടെ കബറുകൾ വരെ തകർക്കുകയും ചെയ്തിരുന്നു. ഒരു കബറിടമൊഴികെ അത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റേതായിരുന്നു, ഖലീഫ ഉമർ 2-ാമന്റെ.